നമസ്കാരം. നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് വെറുമൊരു കഥയല്ല, മനുഷ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തവും പഴക്കമേറിയതുമായ ഇതിഹാസങ്ങളിലൊന്നാണ്. വഞ്ചനയുടെയും അടങ്ങാത്ത സ്നേഹത്തിന്റെയും പുനർജന്മത്തിന്റെയും ഈ ഗാഥയിലേക്ക്, ഓസിറിസിന്റെ ലോകത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഓസിറിസ് ജനിച്ചപ്പോൾ ലോകം മുഴുവൻ ഈ ഒരു ശബ്ദം കേട്ടു എന്നാണ് പറയുന്നത്. ഇതൊരു സാധാരണ ജനനമായിരുന്നില്ല, അല്ലേ? ഒരു പുതിയ യുഗത്തിന്റെ തന്നെ തുടക്കമായിരുന്നു അത്. അപ്പോൾ ഈ പ്രവചനം എങ്ങനെയാണ് ഒരു ഇതിഹാസത്തിന് തിരികൊളുത്തിയത് എന്ന് നമുക്ക് നോക്കാം. ആ മഹത്തായ ജനനത്തിന് പിന്നിൽ ഒരു ദൈവിക ശാപത്തിന്റെയും അതിനൊരു പരിഹാരം കണ്ടെത്തിയതിന്റെയും കഥയുണ്ട്. ഓസിറിസ് ജനിക്കുന്നതിനും എത്രയോ മുൻപ് തുടങ്ങിയ ഒരു കഥയാണിത്. കഥ ഇങ്ങനെയാണ്: സൂര്യദേവനായ റായുടെ ശാപം ആർക്കും ലംഘിക്കാൻ പറ്റില്ല. ദേവിയായ നട്ടിന് വർഷത്തിലെ ഒരു ദിവസം പോലും കുട്ടികളുണ്ടാകാൻ പാടില്ല എന്നായിരുന്നു ശാപം. എന്നാൽ ജ്ഞാനത്തിന്റെ ദേവനായ തോത്തിന് ഒരു സൂത്രമുണ്ടായിരുന്നു. അദ്ദേഹം നേരെ ചന്ദ്രദേവന്റെ അടുത്തു പോയി ഒരു പകിടകഴിയിൽ വെല്ലുവിളിച്ചു. കളിയിൽ ജയിച്ച തോത്ത് ചന്ദ്രന്റെ പ്രകാശത്തിൽ നിന്ന് 5 ദിവസങ്ങൾ സമ്മാനമായി നേടി. അതായത് കാലണ്ടറിലില്ലാത്ത, ഒരു വർഷത്തിന്റെയും ഭാഗമല്ലാത്ത 5 പുതിയ ദിവസങ്ങൾ. അപ്പോ ഈ പുതിയ 5 ദിവസങ്ങളിൽ ആരാണ് ജനിച്ചത് എന്നല്ലേ? നമ്മുടെ ഈ ഇതിഹാസത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ തന്നെ. ആദ്യ ദിവസം ഓസിറിസ്, പിന്നെ ഹോറസ്, അതിനുശേഷം സെത്ത്, പിന്നെ ഐസിസ്, അവസാനമായി നെഫ്തെസ്. ഈജിപ്തിന്റെ ഭാവി നിർണയിച്ച 5 ദൈവങ്ങൾ. ശരി, അപ്പൊ സർവത്തിന്റെയും അധിപൻ എന്ന് ലോകം വാഴ്ത്തിയ ഓസിറിസ് എങ്ങനെയാണ് ഈജിപ്തിനെ മാറ്റിമറിച്ചത് എന്ന് നമുക്ക് നോക്കാം, അല്ലേ? ഒന്ന് ഓർത്തു നോക്കൂ, ഓസിറിസ് വരുന്നതിനു മുൻപുള്ള ഈജിപ്റ്റ്. നിയമങ്ങളില്ല, ആളുകൾ തമ്മിൽ മൃഗങ്ങളെപ്പോലെ പോരടിക്കുന്നു, ആകെ അരാജകത്വം നിറഞ്ഞ ഒരു കാലം. പക്ഷേ ഓസിറിസ് വന്നതോടെ എല്ലാം മാറി. അദ്ദേഹം ആളുകളെ നിലമുഴാനും കൃഷി ചെയ്യാനും പഠിപ്പിച്ചു. അവർക്ക് വിളകൾ നൽകി. എല്ലാവർക്കും വേണ്ടി നീതിയുക്തമായ നിയമങ്ങൾ കൊണ്ടുവന്നു. ക്രൂരമായ ആചാരങ്ങളൊക്കെ നിർത്തലാക്കി. ചുരുക്കി പറഞ്ഞാൽ, അദ്ദേഹം ആ ഇരുട്ടിൽ നിന്ന് ഈജിപ്തിനെ ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് കൈപിടിച്ചുയർത്തി. അദ്ദേഹം വെറുമൊരു രാജാവായിരുന്നില്ല, ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു ദൈവമായിരുന്നു. അവർക്കദ്ദേഹത്തോട് എത്രത്തോളം സ്നേഹമുണ്ടായിരുന്നു എന്നറിയാമോ? അദ്ദേഹം ചവിട്ടിനടന്ന മണ്ണിനെപ്പോലും അവർ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ പറയാറില്ലേ, എവിടെ വലിയ വെളിച്ചമുണ്ടോ അവിടെ വലിയൊരു നിഴലും കാണുമെന്ന്. ഇവിടെ ആ നിഴലായത് ഓസിറിസിന്റെ സ്വന്തം സഹോദരൻ സേത്തായിരുന്നു. അസൂയയായിരുന്നു അയാളുടെ മനസ്സിൽ. 72, ഒന്നോ രണ്ടോ പേരല്ല, 72 പേരെയാണ് സേത്ത് തന്റെ സഹോദരനെതിരെ ഗൂഢാലോചന നടത്താൻ കൂടെ കൂട്ടിയത്. 72 പേർ! അവരുടെ കെണിയുടെ ആദ്യപടി എന്തായിരുന്നെന്നോ? ഒരു ഗംഭീര വിരുന്ന്. യുദ്ധം ജയിച്ചു മടങ്ങിവരുന്ന ഓസിറിസിനെ ആദരിക്കാനെന്ന വ്യാജേന സേത്ത് ഒരുക്കിയ ഒരു വിരുന്ന്. ആ വിരുന്നിനിടയിലേക്ക് അതിമനോഹരമായൊരു പേടകം അവർ കൊണ്ടുവന്നു. കാണാൻ നല്ല ഭംഗിയൊക്കെയുണ്ടെങ്കിലും അതിനകത്തൊരു ചതി ഒളിപ്പിച്ചിരുന്നു. കാരണം ആ പേടകം ഒരാൾക്കുവേണ്ടി മാത്രം അളന്നുണ്ടാക്കിയതായിരുന്നു, ഓസിറിസിനു വേണ്ടി. എന്നിട്ട് സേത്ത് ഒരു കളി മുന്നോട്ട് വെച്ചു. ആർക്കാണോ ഈ പേടകം കൃത്യമായി പാകമാകുന്നത് അവർക്കിത് സമ്മാനം. കേൾക്കുമ്പോൾ ഒരു രസമുള്ള കളിയായിട്ടല്ലേ തോന്നുന്നത്? അപ്പോ ഗൂഢാലോചനക്കാർ ഓരോരുത്തരായി ശ്രമിച്ചു നോക്കി. ആർക്കും പാകമായില്ല. അവസാനം ഇതൊന്നും അറിയാതെ ഓസിറിസ് അതിൽ കിടന്നു. അത് അദ്ദേഹത്തിന് കൃത്യം പാകമായിരുന്നു. അടുത്ത നിമിഷം അവർ ആ പേടകം ശക്തിയായി അടച്ചു, ആണികൊണ്ട് തറച്ചു, ചെറിയ വിടകുകളിലൂടെ ഉരുകിയ ഈയം വരെ ഒഴിച്ചു. എന്നിട്ട് ജീവനറ്റ ഓസിറിസിന്റെ ശരീരമടങ്ങിയ ആ ശവപ്പെട്ടി നൈൽ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഓസിറിസ് മരിച്ചു. പക്ഷേ ഈ കഥ ഇവിടെ തീരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രിയപത്നിയും സഹോദരിയുമായ ഐസിസ് തന്റെ ഭർത്താവിനെ കണ്ടെത്താനായി ഒരു യാത്ര തുടങ്ങുകയായിരുന്നു. ഐസിന്റെ യാത്ര എളുപ്പമായിരുന്നില്ല. അവൾ എല്ലാവരോടും ചോദിച്ചു, പ്രവചനശക്തിയുണ്ടായിരുന്ന കുട്ടികളോട് വരെ. ആ കുട്ടികളാണ് അവൾക്ക് വഴി കാണിച്ചു കൊടുത്തത്. അവളുടെ അന്വേഷണം അവളെ കൊണ്ടെത്തിച്ചത് ബിബ്ലോസിലെ ഒരു കൊട്ടാരത്തിലാണ്. അവിടെ ഒരു വലിയ തൂണിനുള്ളിൽ ആ ശവപ്പെട്ടി ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ആ തൂൺ എങ്ങനെ കിട്ടും? അവിടെയാണ് കഥ രസകരമാകുന്നത്. രാജ്ഞിയുടെ മരിക്കാറായ കുഞ്ഞിനെ രക്ഷിക്കാനായി ഐസിസ് ഒരു ദാസിയായി. ആ കുഞ്ഞിന് അമരത്വം നൽകാൻ അവളൊരു മാന്ത്രിക അനുഷ്ഠാനം തുടങ്ങി. ഭർത്താവിനെ വീണ്ടെടുക്കാൻ മറ്റൊരു കുഞ്ഞിനെ രക്ഷിക്കുന്ന ഐസിസ്. ഇത് കണ്ട് പേടിച്ച രാജ്ഞി ആ ചടങ്ങ് തടസ്സപ്പെടുത്തി. അപ്പോഴാണ് ഐസിസ് തന്റെ ദൈവിക രൂപം വെളിപ്പെടുത്തിയത്. താൻ ആരാണെന്നും പറഞ്ഞതും ആ തൂൺ ആവശ്യപ്പെട്ടതും ഒരുമിച്ചായിരുന്നു. ഭയന്നുപോയ രാജ്ഞിക്ക് അത് കൊടുക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു.
അങ്ങനെ ഐസിസ് ആ ശവപ്പെട്ടിയുമായി മടങ്ങിയെത്തി. എല്ലാം ശുഭമായി എന്ന് കരുതുമ്പോഴാണ് കഥയിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. നിലാവെളച്ചത്തിൽ വേട്ടയ്ക്കിറങ്ങിയ സേത് യാദൃശ്ചികമായി ആ ശവപ്പെട്ടി കാണുന്നു. 14 അടങ്ങാത്ത ദേഷ്യത്തിൽ സേത്ത് തന്റെ സഹോദരന്റെ ശരീരം 14 കഷ്ണങ്ങളാക്കി ഈജിപ്തിന്റെ പല ഭാഗങ്ങളിലായി വലിച്ചെറിഞ്ഞു. എത്ര ക്രൂരമായൊരു പ്രവൃത്തി! അപ്പോ നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം. സേത്തിന്റെ ഈ ക്രൂരത ഒരു അന്ത്യമായിരുന്നോ അതോ ഒരു പുതിയ തുടക്കമായിരുന്നോ? നമുക്ക് നോക്കാം. ഐസിസ് തളർന്നില്ല. ഒരു പപ്പൈറസ് വള്ളത്തിൽ അവൾ വീണ്ടും യാത്ര തുടങ്ങി. ഈജിപ്തിലുടനീളം അലഞ്ഞ് ആ 14 കഷ്ണങ്ങളും അവൾ കണ്ടെത്തി. എന്നിട്ട് തന്റെ അതുല്യമായ മാന്ത്രിക ശക്തി കൊണ്ട് ആ ശരീരം വീണ്ടും ഒന്നിച്ചു ചേർത്തു. ഇവിടെയാണ് ഈ കഥയുടെ യഥാർത്ഥ വിജയം. ശരിയാണ്, ഓസിരിസിന് ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്തേക്ക് മടങ്ങിവരാൻ കഴിഞ്ഞില്ല. പക്ഷേ സേത് പൂർണ്ണമായി ജയിച്ചുമില്ല. കാരണം മരണത്തിലൂടെയും പുനർജന്മത്തിലൂടെയും ഓസിരിസ് ദുആത്ത് എന്ന മരണാനന്തര ലോകത്തിന്റെ രാജാവായി മാറി. എല്ലാ ആത്മാക്കളെയും വിധിക്കുന്ന നീതിമാനായ ന്യായാധിപനായി. അപ്പോ എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? മരണത്തിൽ പോലും എങ്ങനെയാണ് ഒരാൾക്ക് വിജയിക്കാൻ കഴിയുന്നത്? ഓസിരിസിന്റെ ഈ ഇതിഹാസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ്. യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് ശാരീരികമായി അതിജീവിക്കുന്നത് മാത്രമല്ല, മരണത്തെപ്പോലും അതിജീവിച്ചു നിലനിൽക്കുന്ന ഒരു പാരമ്പര്യത്തിലാണ്, ഒരു ലക്ഷ്യത്തിലാണ് യഥാർത്ഥ വിജയം.